ഗൈസ്, ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് 3 കലക്കൻ ഓഫ് റോഡ് വാഹനമാണ്. ഒന്ന് നമ്മുടെ ജിപ്സി, രണ്ടാമത്തെ വില്ലിസ്, അതുപോലെ തന്നെ മഹീന്ദ്രയുടെ ഇൻവേർട്ടർ എന്ന ഈ ഒരു 3 വാഹനമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. മറ്റെവിടെ മലയിൽ കിടക്കുന്നത് നമ്മുടെ സഫാരി കാർസിലാണ്. മാത്രമല്ല ഈ 3 വാഹനം ഇവിടെ സെയിലിലെ വാഹനം കൂടിയാണ്. ഈ ജിപ്സിന്റെ ഒരു റിവ്യൂ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡഡ് ആണ്. ഇതിന്റെ ഒരു ഫുൾ റിവ്യൂ നമ്മുടെ ചാനൽ അപ്ലോഡ് ഉണ്ട്, കാണാത്തവർ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഇനി ഒരു 3 വാഹനത്തിന്റെ വിശേഷങ്ങളാണ് ഇനി നമ്മൾ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. യു ആർ വാച്ചിങ് 4drive ആൻഡ് സ്പെഷ്യൽ. ഈ ഒരു ജിപ്സി വരുന്നത് 2004 മോഡലാണ്. അതുപോലെ തന്നെ ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനൽ അപ്ലോഡഡ് ആണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഞാൻ കംപ്ലീറ്റ് റിവ്യൂ കാര്യങ്ങളൊന്നും പറയുന്നില്ല, ജസ്റ്റ് ഇതിന്റെ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകാം. അതുപോലെ തന്നെ ഇതിന്റെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം രീതിക്ക് മോഡിഫിക്കേഷൻ ചെയ്തിരുന്നത്, അതായത് LED അതുപോലെ തന്നെ പ്രൊജക്ടറാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ റിംഗ് ലാമ്പും കാര്യങ്ങളൊക്കെ ഇതിന് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അതുപോലെ തന്നെ ഫ്രണ്ട് അത്യാവശ്യം ഒരു ഓഫ് റോഡ് ക്യാപ്പബിലിറ്റിക്ക് വേണ്ടി, അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് എക്സോസ്റ്റ് എന്ന രീതിക്ക് തോന്നിപ്പിക്കുന്ന സംഭവമൊക്കെ കാണാം. അത്യാവശ്യം ഓഫ് റോഡ് ടയറും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇതിന്റെ ഫുൾ റിവ്യൂ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പറയണില്ല. അതുപോലെ തന്നെ ഇതിന്റെ ഫുൾ റിവ്യൂ കാണുന്നില്ല, നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാം. പക്ഷേ ഈ സൈഡ് പ്രൊഫൈലേക്ക് ഒന്ന് കൊണ്ടുവന്ന സൈഡ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പോകണുള്ളൂ കേട്ടോ. അതായത് ഇതിന്റെ ഫുൾ റിവ്യൂ നമ്മുടെ ചാനൽ ഉണ്ട് കൊണ്ടാണ് ഇങ്ങനെ ഓടിച്ച് പോകാൻ കാരണം. അതുപോലെ തന്നെ ഇതിന്റെ സൈഡൊക്കെ കണ്ടത്, ഇത് ബാക്കിൽ ഓപ്പൺ ആണ് വരുന്നത്. അതുപോലെ തന്നെ സീറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓഫ് റോഡ് ടയർ ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഏകദേശം പെട്രോൾ ഗ്രേ കളർ, അതായത് 590 ഇത് ഇവിടെ സെയിലിന് പ്രൈസ്. അതായത് അവസാനത്തെ സെയിലിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 590. പിന്നെ മാത്രമല്ല ഇതൊരു CNG കയറ്റി വാഹനം കൂടിയാണ്. അതായത് അത്യാവശ്യം കുറച്ച് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ ഇതിന്റെ ഫ്രണ്ട്, അതുപോലെ തന്നെ ബാക്ക് സൈഡിലേക്ക് ഓഫ് റോഡ് ടയറാണ്. നിങ്ങൾ കണ്ടില്ലേ, സ്റ്റെപ്പിന് ഓഫ് റോഡ് ടയറാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു സൈഡിൽ കുറച്ച് കിറ്റും കാര്യങ്ങളൊക്കെ കയറ്റിക്കണം, അതായത് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി കണ്ട്. അതുപോലെ തന്നെ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ ബാക്കിൽ കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ള രസം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ 2004 മോഡലാണ്. അവസാനമായിട്ട് ഇത് ഏകദേശം 590. ഇനി ഇന്റീരിയറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള എന്താ പറയുക, കുറച്ച് രീതിക്ക് മോഡിഫിക്കേഷൻ ചെയ്തിരുന്നത്. അതായത് ആ സീറ്റ് കവറും മുകളിലുള്ള റൂഫും കാര്യങ്ങളൊക്കെ അത്യാവശ്യം രീതിക്ക് സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിരിക്കണ്. ഇതിങ്ങനെ ഓടിച്ചു പോകാൻ കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ റിവ്യൂ എടുത്തത് കൊണ്ടാണ്. ബാക്കി 2 കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇതിവിടെ സെയിലിന് പ്രൈസ് എത്തിച്ചാൽ 590 ഏകദേശം 5,90,000 ഈ ഒരു വാഹനം ഇവിടെ കൊടുക്കുന്നത്. 2004 മോഡൽ ഗ്രേ കളറ് പെട്രോള് കേട്ടോ. 2004 ആണ്. ഇനി നമുക്ക് വില്ലീസിന്റെ വിശേഷങ്ങൾ വരാം. അത് കുറച്ച് ഡീറ്റെയിൽ പറയാറൊന്നുമല്ല, റിവ്യൂസ് ഉണ്ട്. അതുകൊണ്ടാണ് വില്ലീസിനെ കുറിച്ച് പറയുന്നത്. 1963 ഏവരുടെയും ഒരു വികാരമാണ് വില്ലീസ് എന്ന് പറയുന്നത്. അതായത് പല എന്താ പറയുക തമ്പുരാക്കന്മാർ അല്ലെങ്കിൽ കുറച്ച് പല ആളുകളുടെയൊക്കെ എസ്റ്റേറ്റിക്ക് അല്ലെങ്കിൽ ഓരോ സ്വന്തം എന്താ പറയുക സ്വന്തം യൂസിനൊക്കെ ചെയ്യലുണ്ട്. എങ്കിൽ പോയി കുറേ എസ്റ്റേറ്റിക്ക് അതുപോലെ തന്നെ അങ്ങനെയൊക്കെ കൊണ്ടുപോകുന്ന ഒരു വാഹനം കൂടിയാണ് ഈ ഒരു വില്ലീസ് വരുന്നത്. ഈ 1963 മോഡലാണ്. ഇത് ഫ്രണ്ട് ഡിസൈനെ കൊടുത്തിന് കുറച്ചും കൂടി നേരം ഒരു മിലിറ്ററി എഫക്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ ഒരു മിലിറ്ററി എഫക്റ്റ് കൊടുത്തിന്. അപ്പോൾ അതിന്റെ കളർ ഏകദേശം ഒരു മിലിറ്ററി കളറിനാണ് വരുന്നത്. ആ ഒരു സ്റ്റാറിന്റെ ലോഗോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഹെഡ്ലൈറ്റ് ഒക്കെ ഹലോജൻ ലൈറ്റ് ആണ്. അതുപോലെ തന്നെ സാധാരണ നോർമൽ ജീപ്പിന്റെ സംഭവമാണ്. ഇതാണ് ജീപ്പിന്റെ ആ ഒരു സൈൻ. 1 2 3 4 5 6 6 അല്ലേ? അത് അല്ല 7 ഉണ്ട്. 7 സ്ലാറ്റ് ഗ്രില്ല്. ഇത് നമ്മൾ ജീപ്പ് കോമ്പസിൽ ഇതിപ്പോൾ ചെറുതാക്കി കണ്ട് കൊടുത്തിട്ടുള്ള സംഭവമാണ് വരുന്നത്. അതുപോലെ ഫ്രണ്ട് കാലൊക്കെ കണ്ടില്ല, അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു എന്താ പറയുക പഴയ വണ്ടിയാണ് എങ്കിലും ആ ഒരു വിന്റേജ് ലുക്കും കാലൊക്കെ ഇതിന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്റീരിയർ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ജസ്റ്റ് കാട്ടിത്തരാം. ഇതാണ് ഇതിന് ഇന്റീരിയർ വരുന്നത്, കണ്ടില്ല. ആ ഒരു മീറ്റർ ഗേജും അതുപോലെ തന്നെ ആ ഒരു വാർണിംഗ് ലൈറ്റ്സും കാലൊക്കെ കണ്ടില്ലേ. ഇത് 1963 മോഡലാണ്. ഇപ്പം എത്ര വർഷം പഴക്കമുള്ളതാണ് ഓർത്താൽ മതി. അന്നത്തെയും വികാരം ഇന്നും വികാരമാണ്. ഒരു ബാക്ക് സൈഡൊക്കെ കണ്ടില്ലേ, പൊക്കെ കണ്ടില്ലേ. ബാക്ക് സൈഡിലൊക്കെ ഇരുന്ന് ഓഫ് റോഡ് ആണെങ്കിൽ ഓഫ് റോഡും പോകാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ആവശ്യത്തിനാണെങ്കിൽ അങ്ങനെയും പോകാൻ. ഏകദേശം ആർമി യെല്ലോ കളറാണ് അല്ലെങ്കിൽ മിലിറ്ററി കളറാണ് ഇതിന് കൊടുക്കുന്നത്. ഇവിടെ ചോദിക്കുന്ന പ്രൈസ് ഏകദേശം വെച്ചാലേ 4,35,000 ഇത് ഇവിടെ ചോദിക്കുന്ന പ്രൈസ്. 4,35,000. ഡീസൽ വാഹനമാണ്, ആർമി യെല്ലോ കളർ. അതുപോലെ തന്നെ അത്യാവശ്യം രീതിക്കുള്ള മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിന് വരുന്നുണ്ട്. എങ്കിലും അത്യാവശ്യം നല്ല നീറ്റ് ക്വാളിറ്റി ഇന്ത്യയിൽ വരുന്നത്. പിന്നെ വില്ലീസ് ആണ്, അറിയാലോ. അത് ആഗ്രഹമുള്ളവർ മാത്രമേ അങ്ങനെ എടുക്കുകയുള്ളൂ. നമുക്ക് വികാരത്തിന്, അതായത് എസ്റ്റേറ്റിക്ക് പോവുക അല്ലാന്നുണ്ടെങ്കിൽ ഓഫ് റോഡിന് പോവുക, എല്ലാത്തിനും ക്യാപ്പബിൾ ആയ ഒരു വാഹനം കൂടിയാണ് വില്ലീസ് വരുന്നത്. ഇതൊരു 4x4 വാഹനമാണ്, മഹീന്ദ്രയുടെ ഇൻവേഡർ. ഇത് ചിലപ്പോൾ നിങ്ങൾ പല ആൾക്കാരും കേട്ടിട്ടുണ്ടാവില്ല, എന്നാൽ കേട്ടിട്ടുണ്ടാവും. ഇത് മോഡിഫിക്കേഷൻ ചെയ്ത് അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. നമുക്ക് പെട്ടെന്ന് കാണാൻ ചിലർക്ക് ചിലപ്പോൾ ബോലേറോ എന്നൊക്കെ തോന്നിപ്പോവും. പക്ഷേ ഇത് മഹീന്ദ്രന്റെ ഇൻവേഡർ എന്നൊരു വാഹനം കൂടിയാണ്. ഇതിന്റെ സൈഡൊക്കെ വരുമ്പോൾ ആ ഒരു വണ്ടിന് കംപ്ലീറ്റ് ലുക്ക് മാറും. 1 2 3 4 5 ഇതിന് 5 സ്ലാറ്റ് ഗ്രില്ലാണ് കൊടുക്കുന്നത്. ആ ഷെഡ് ലാമ്പ് ഇതിന് മോഡിഫിക്കേഷൻ ചെയ്യുന്നത്, അതായത് കണ്ടില്ലേ ആ ഒരു ഡിസൈൻ എലമെന്റോട് കൂടി. പക്ഷെ നല്ലൊരു എന്താ പറയുക ഒരു LED പ്രൊജക്ടറൊക്കെ കൊടുത്ത പോലെ തന്നെ. ആ റിങ്ങൊന്നും കൊടുത്തിട്ടില്ല, പക്ഷേ ഇത് DRL കണക്ക് കൂട്ടോ. ആ ഒരു വൈറ്റ് ലൈറ്റ് ആണ് പ്രൊജക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതിന്റെ സൈഡ് പ്രൊഫൈൽ വരുന്നത് കണ്ടില്ലേ, അത്യാവശ്യം നല്ല രീതിക്ക് ഓഫ് റോഡ് മോഡിഫിക്കേഷൻ ചെയ്തു. ആ ടയറൊക്കെ നോക്കിയാൽ അപ്പോളന്റെ അത് അത്യാവശ്യം 225/15 225/15 ഇഞ്ചിന്റെ ടയറാണ് ഇതിന് കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ ബാക്ക് ടയറും ഏകദേശം സെയിം തന്നെയാണ്. ഈ ഒരു ഭാഗത്തൊക്കെ കൊടുത്തിരുന്ന ഒരു നെറ്റ് പോർഷൻ അല്ലെങ്കിൽ ഒരു ക്ലോത്ത് മെറ്റീരിയലാണ് കൊടുക്കുന്നത്. എങ്കിലും ആ ഒരു ബോഡി സ്ട്രെങ്ത് അവിടെ കാണാം. HKS മോട്ടോർ സ്പോർട്സ് DG ടെർബോ എന്ന ജസ്റ്റ് ഒരു ബാഡ്ജിങ് കാര്യങ്ങൾ കാണാം. അതുപോലെ തന്നെ ഇവിടെ ആ ഒരു ബ്ലൂ റെഡ് സ്റ്റിച്ചിങ്, അതുപോലെ ആ ഒരു സ്ട്രപ്പിങ് കൊടുത്തുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ ഇൻഡിക്കേറ്റർ ഇവിടെ കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ഡോറ് കണ്ടില്ല, ഇതിന് ഇന്ത്യയിലൊക്കെ നോക്കിയാൽ
ഇത് കുറച്ച് എല്ലാ കളറും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, ഒരു ബ്രൗൺ ഫിനിഷ് ആണ്. അതുപോലെ തന്നെ കുറച്ച് ഒരു പ്രീമിയം ലക്ഷറി ഇന്റീരിയർ ആക്കിയാണ് കുറച്ചോനെ. കണ്ടില്ല ഒരു ഭാഗമൊക്കെ നോക്കിയാൽ ഇന്ത്യയിൽ നമുക്ക് 4 5 സിമ്പിൾ ആയിട്ട് ഇരിക്കും കേട്ടോ. കണ്ടില്ല ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെ 4 5 സിമ്പിൾ ആയിട്ട് ഇരിക്കുക. ഞാൻ ബാക്ക് ഇവിടുന്ന് കാട്ടിത്തരാം. ഇവിടെ നോക്കിയാൽ കണ്ടില്ലേ മച്ചാനെ ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ ഇതിന് ഇന്ത്യയിൽ നോക്കിയാൽ നല്ല രീതിക്ക് ആ ഒരു സീറ്റിന്റെ ലെതറും എല്ലാം പക്ക ക്വാളിറ്റിയാണ് വരുന്നത്. കണ്ടില്ലേ അതുപോലെ തന്നെ ആ നെക്ക് റെസ്റ്റ് ഒക്കെ കൊടുത്തോണ്ടേ നല്ല സുഖിയാക്കി ഇരിക്കുക. അതുപോലെ തന്നെ ബാക്ക് ഡോറൊക്കെ കണ്ടില്ലേ, ബാക്കിൽ നമുക്ക് ഇവിടെ ഒരു സ്റ്റെപ്പിന് ടയർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ ക്ലോസ് ചെയ്യുക. ഇവിടെ ഇതിന്റെ ഈ ഒരു ലാമ്പ് നോക്കിയാൽ ഇത് മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഇതിന് കൊണ്ട് ഇൻഡിക്കേറ്റർ ആവാനാണ് അവന് സാധ്യത. ഇത് മഹീന്ദ്ര ഇൻവേർഡർ 2004 മോഡലാണ്. 3,50,000 ചോദിക്കുന്നത്. വൈറ്റ് കളർ ഡീസൽ വാഹനം കൂടിയാണ് കേട്ടോ. അതായത് അത്യാവശ്യം നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു വാഹനം എടുത്ത് പോകുന്നതിന് എനിക്ക് തോന്നുന്നത് സേർട്ടോടെ കിട്ടാൻ ബാങ്കട എന്തായാലും കിട്ടില്ല. കാരണം 2004 96 അതുപോലെ തന്നെ 2004 മോഡലൊക്കെയാണ് വരുന്നത്. അപ്പോൾ ബാങ്കട കിട്ടാൻ സാധ്യതയില്ല. പക്ഷെ ഓഫ് റോഡ് നിങ്ങളൊരു ഓഫ് റോഡ് പ്രേമികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏത് 3 കൊണ്ടുപോകുക ഏത് വാഹനം എടുക്കുക ഫുള്ള് നമുക്ക് ഓഫ് റോഡ് രീതിക്ക് മോഡിഫിക്കേഷൻ ചെയ്തിട്ട് അതുപോലെ തന്നെ അതിന് കൊണ്ട് ലാമ്പ് ആകാനാണ് സാധ്യത. കണ്ടില്ലേ മോഡൽ അത് കുറച്ച് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ട് മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് ഈ ഒരു 3 വാഹനത്തിൽ നിങ്ങൾക്ക് ഓഫ് റോഡ് വേണമെന്നുണ്ടെങ്കിൽ ഓഫ് റോഡ് പേഴ്സണൽ യൂസിനാണെങ്കിൽ പേഴ്സണൽ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ആൾക്കാർക്ക് റോഡ് പ്രസൻസ് വേണമെങ്കിൽ റോഡ് പ്രസൻസ് 3നും പറ്റിയൊരു വാഹനം കൂടിയാണ്. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനം ഏതാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു 3 വാഹനം കൂടെ സെയിലിലാണ് വേറെ എവിടെയെല്ലാം കിടക്കുന്നത് നമ്മുടെ സഫാരി കാർസിൽ അൻഫാൽഖാൻ്റെ ഷോറൂമിൽ പുന്നക്കാടാണ് ലൊക്കേഷൻ വരുന്നത് കേട്ടോ. 3 അതിഗംഭീരമായ രീതിക്ക് മോഡിഫിക്കേഷൻ ചെയ്ത അല്ലെങ്കിൽ ഒരു റോഡ് പ്രസൻസിലൊരു വാഹനം കൂടിയാണ് ഈ ഒരു 3. അപ്പോൾ നമ്മൾ വീണ്ടും വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നത് ജിപ്സി 2004 മോഡൽ, അതുപോലെ തന്നെ മഹീന്ദ്ര ഇൻവേഡർ, അതുപോലെ തന്നെ വില്ലിസ് 1963. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോയുടെ വിശ്വാസം. ഇത് റിവ്യൂ ആയിട്ട് ആരും കണക്കാക്കിയത് റിവ്യൂ അല്ല. നിങ്ങൾക്ക് ഈ ഒരു 3 വാഹനം കുറഞ്ഞ വിലക്ക് ഇങ്ങനെ എന്താ പറയുക കുറഞ്ഞ വിലക്ക് നിങ്ങളെ മുന്നിൽ എത്തിച്ചു എന്നുള്ളൂ. എല്ലാത്തിൻ്റെ പ്രൈസിങ്ങൾ കേട്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എന്താ പറയുക ഇതുപോലത്തെ കിട്ടിക്കാച്ചു നമ്മുടെ ചാനൽ വരെ അടിച്ചു നോക്കിയിട്ട് വിളിച്ചു കേട്ടോ. അടുത്തൊരു കാണാം. ബൈ സീസൺ.